ഇന്നൊരാളെ കാണാൻ വേണ്ടി പോവുക. വലിയ സന്തോഷത്തിലാണ്. 10ാം ക്ലാസ്സുകാരനായ വൈഷ്ണവ്. ഹലോ ഹലോ, തിരക്കിലാണോ? ആരാ വിളിക്കുന്നത്? എന്റെ പേര് വൈഷ്ണവ്, ഞാൻ കരുവാറ്റയിലാണ് വീട്. ഏത് വൈഷ്ണവോ? ആ പറഞ്ഞ മോനെ. പ്രിയമുള്ളവരെ, നമസ്കാരം. നമ്മുടെ നാട്ടിൽ അധികരിച്ചു വരുന്ന കൊച്ചുകുട്ടികളുടെ ക്രിമിനൽ പശ്ചാത്തലം കേരളം കണ്ട് നടുങ്ങിയതാണ്. ഇത്തരം കുട്ടികൾക്ക് വേണ്ട രീതിയിലുള്ള ബോധവൽക്കരണം കൊടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങളായി നമുക്ക് ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. ഈ ഒരവസരത്തിൽ അൻസാരി സുഹരി ഉസ്താദിനെ പരിചയപ്പെട്ട 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വൈഷ്ണു എന്ന മോനെ, ആ മോന്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. വൈഷ്ണവിനെ കാണാൻ പോകുന്ന നിങ്ങളോട് എന്തിന് പങ്കുവെക്കണമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. അത് കണ്ടാൽ പോരുന്നു അല്ലേ? അതല്ല, വൈഷ്ണവിനെ പോലുള്ള ഒരു 10ാം ക്ലാസ്സുകാരനായ ഒരു കുട്ടി ഇന്നത്തെ കാലത്ത് നമ്മുടെ മക്കളൊക്കെ കണ്ടില്ലേ, അവർ ഗെയിമിലും അതുപോലെ തന്നെ റീൽസിലും ഒക്കെ അഡിക്റ്റ് ആയിരിക്കുന്ന ഒരു കാലത്ത് പറയുന്ന നന്മകൾ കേൾക്കുകയും ഉൾക്കൊള്ളുകയും എനിക്കിഷ്ടമാണ്, എനിക്ക് കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറയുമ്പം നമുക്ക് ഭയങ്കര സന്തോഷം വരില്ലേ? അപ്പോൾ നമുക്ക് വൈഷ്ണവിൽ നിന്ന് കാണാം, വൈഷ്ണവിന് ഒരു സമ്മാനം കൊടുക്കാം. ഓക്കെ? പുഞ്ചിരി ചൊടിയിൽ നെഞ്ചിലു പിരിശം, വഞ്ചന എന്തെന്നറിയില്ല. പലവിധ ജാതി പല മതമെന്നാൽ വൈരികളാകാൻ നിന്നില്ല. പള്ളിയും അമ്പലം മസ്ജിദും തൊട്ടതിനാർക്കും എതിരില്ല. ഞാൻ ബാലസഭയുടെ പരിപാടിക്ക് പോയായിരുന്നു. എനിക്ക് അപ്പൊ അവിടെ പോയപ്പോ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഞാൻ നസീറാന്റിയോട് പറഞ്ഞായിരുന്നു. പുള്ളിയെ ഭയങ്കര ഇഷ്ടം. അപ്പോഴാണ് പറയുന്നത് നമ്മുടെ അടുത്ത വീടെന്ന്. നല്ല വീഡിയോ ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ. അങ്ങനെ നമ്മൾ വൈഷ്ണവിനെ കണ്ടുമുട്ടി, വൈഷ്ണവോടൊപ്പം സംസാരിച്ച്. ഇതാണ് പ്രിയപ്പെട്ട വൈഷ്ണവ്. അപ്പം വൈഷ്ണവിന്റെ പ്രായത്തിലുള്ള കുട്ടികൾ ഗെയിമിലും മറ്റു റീൽസിലും ഒക്കെ അല്ലേ അങ്ങനെ അഭിരമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ കൊടുക്കുന്ന ഉപദേശങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നല്ലതായ പോസിറ്റീവായ സന്ദേശങ്ങൾ അത് കേൾക്കുകയും അത് ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരാൾ, ഒരു 10ാം ക്ലാസ്സുകാരനായ ഒരു കുട്ടി ഇന്നുണ്ടെന്ന് അറിയുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. കാരണം ഈ പ്രായത്തിലുള്ള കുട്ടികളെ പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥ ഇപ്പൊ നിലവിലുള്ളത് അല്ലെ മജൂസേ? ഞാനൊരു വ്യത്യസ്തമായൊരു സംഭവം കൊണ്ട് വൈഷ്ണവിന്റെ DP, വൈഷ്ണവിന്റെ പ്രൊഫൈൽ പിക്ചറിനകത്ത് അള്ളാന്ന് എഴുതിയിരിക്കുന്ന സംഭവം. അത് അള്ളാഹുവിന് ഞാൻ കുറെ അറിഞ്ഞിട്ടുണ്ട്, എല്ലാ മതങ്ങളെയും പറ്റി അറിയാം. അങ്ങനെ എനിക്ക് തോന്നിയത് ഞാൻ അങ്ങനെ തിരക്കി ചെന്നപ്പോ ജെമിനി എന്നോട് അത് പറഞ്ഞത്. കാരണം ആ ഒരു മതത്തിൽ പരബ്രഹ്മം എന്ന് പറഞ്ഞ ഒറ്റ ദൈവമുള്ളൂ. അതിന് മുഖമില്ല, ലിംഗഭേദമില്ല. അത് ഒരു പ്രകാശത്തിന്റെ ഇതിൽ മാത്രമേ ഉള്ളൂ. ഇനിയും വൈഷ്ണവ് പഠിക്കണം. ഇനിയിപ്പോ ഈ പഠിത്തം നിർത്തരുത്. ഇല്ല ദൈവത്തിന് രൂപമില്ല, പ്രതിബിംബമില്ല, ഒന്നുമില്ല. വൈഷ്ണവ് കൂടുതൽ പഠിക്കും തോറും ആ സത്യത്തിലേക്ക്, ആ യഥാർത്ഥ വെളിച്ചത്തിലേക്ക് എത്തും. ദൈവം തുണക്കട്ടെ എന്ന് ആത്മാർത്ഥത്തോടെ പ്രാർത്ഥിക്കുകയാണ്. എന്തൊക്കെയായാലും വൈഷ്ണവിന്റെ ചിന്ത ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. എല്ലാം നല്ല പഠിക്കണം, നന്നായിട്ട് പഠിച്ച് നല്ല ഉന്നത സ്ഥാനത്തെത്തണം. കാണണം സ്ഥാനം. പുഞ്ചിരി ചൊടിയിൽ നെഞ്ചിലു പിരിശം, വഞ്ചന എന്തെന്നറിയില്ല. പലവിധ ജാതി പല മതമെന്നാൽ വൈരികളാകാൻ നിന്നില്ല. പള്ളിയും അമ്പലം മസ്ജിദും തൊട്ടതിനാർക്കും എതിരില്ല. പരിമളമിപ്പൂങ്കാവിലൊരമ്മ പെറ്റൊരു മക്കൾ പൊരുതില്ല. മരതകമണിവല മധുമൊഴി അതുകുലം കുയിലായി വൈ. നിലവിൽ ഉസ്താന് പറയാനുള്ള ഒറ്റ ഉപദേശം ചെയ്തേ ഉള്ളൂ, ഒരു വർഗീയതക്കും അടിമപ്പെടരുത്. എല്ലാ മനുഷ്യരും മനുഷ്യരായിട്ട് കാണും. നമുക്കുള്ളതിൽ നിന്ന് ഒരു ഓഹരി മറ്റുള്ളവർക്ക് കൊടുക്കുക. അതെന്താണെങ്കിലും അത് മറ്റുള്ളവർക്ക് പങ്കുവെക്കാനുള്ള ആ പാരസ്പര്യ സ്വഭാവം നമുക്കുള്ളത്. നമ്മൾ അങ്ങനെയായിരുന്നു, നമ്മുടെ പണ്ടത്തെ ആളുകളൊക്കെ അങ്ങനെയായിരുന്നു. പണ്ടത്തെ ആളുകൾ കഷ്ടപ്പെട്ട് ജീവിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിനിടയിൽ ഈ പാടത്തും പറമ്പിലും, ഈ വിശാലമായ പാടത്തും പറമ്പിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒറ്റ വികാരമുള്ളൂ, മക്കളെ നോക്കണം, വയറ് നടക്കണം, ഇതൊക്കെ ഉള്ളത്. നമുക്കിപ്പോൾ അങ്ങനെയല്ല. ഒഴിവ് സമയം കിട്ടുമ്പം നാട്ടിലുള്ള സകല കുത്തിത്തിരിപ്പിന് നമ്മൾ വിധേയമാണ്. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് വളരുക, സമൂഹത്തിന് വേണ്ടി ജീവിക്കുക. നമ്മുടെ ഈ ജീവിതം സമൂഹത്തിന് വേണ്ടി സമർപ്പിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ വൈഷ്ണവേ, ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ? സന്തോഷമല്ലേ? ഹാപ്പി അല്ലേ? സന്തോഷം. ഓക്കെ. തുഞ്ചന്റെ പൈങ്കിളി പാടിയ പാട്ടും പാടി ഉണരണ നാട്. താരീളം ചുണ്ടിൽ മാപ്പിള ശീലിൻ മധുരം കിനിയും